ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈദിൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു ബീഫ് പെപ്പർ റോസ്റ്റാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എൻ്റെ വീട്ടിലൊക്കെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ പത്തിരിയും ബീഫ് ഫ്രൈ ആണ് ഉണ്ടാവാറ്. അത് ഉമ്മ മൺചട്ടിയിൽ വിറകടുപ്പിൽ വെച്ചുണ്ടാക്കുന്ന ബീഫ് ഫ്രൈക്ക് ഭയങ്കര ടേസ്റ്റാണ്. ആ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു അധിക വീടുകളിലും ഇങ്ങനെ തന്നെയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും പത്തിരിയും ബീഫും തന്നെയാണ്. ഈ പ്രാവശ്യം ഈദിന് നിങ്ങൾ ഇതുപോലെ ഒന്ന് ബീഫ് ഫ്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഈദ് മുബാറക്. ബീഫ് പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. എല്ലുള്ള ബീഫാണ് എടുത്തത്. അതുപോലെ 15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അത് 2ആയി കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ വീതം കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 15 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചതച്ച് വെച്ചത്, അതിൻ്റെ പകുതിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി കുക്കറിലിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ല പോലെ വേവിച്ചെടുക്കാം. ഒരു 5 വിസിലൊക്കെ ആവുന്ന സമയത്ത് നല്ലപോലെ വെന്ത് കിട്ടും. അല്പം മാത്രമേ വെള്ളം ചേർക്കാൻ പാടുള്ളൂ, കൂടുതൽ വെള്ളം ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ എല്ലുള്ള ബീഫാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ചുവട് കട്ടിയുള്ളൊരു പാത്രം വെക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 2 വലിയ സവാള അരിഞ്ഞു വെച്ചത് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല പോലെ വഴറ്റിയെടുക്കണം. നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്, നല്ലപോലെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ബാക്കിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും 3 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ എത്ര വേണമെങ്കിലും കറിവേപ്പില ചേർക്കാം, അതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസുള്ള 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് അടച്ചു വെച്ച് നല്ല പോലെ വേവിച്ചെടുക്കണം. തക്കാളി വെന്തതിന് ശേഷം നേരത്തെ വേവിച്ചു വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. വെള്ളത്തോട് കൂടിയാണ് ഞാൻ ചേർക്കുന്നത്, അധികം വെള്ളമൊന്നുമില്ല. ഇത് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അടച്ചു വെച്ച് 10 മിനിറ്റോളം വേവിച്ചെടുക്കണം. 10 മിനിറ്റിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ വീതം ചെറിയ ജീരകം പൊടിച്ചതും വലിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതിൻ്റെ കൂടെ തന്നെ 2.5 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് കൂടി ചേർത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ തുറന്ന് വെച്ച് കുറച്ചുകൂടി ഡ്രൈ ആക്കി എടുക്കാം. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പിലയും ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. അങ്ങനെ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് പെപ്പർ റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തായി ഒരു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന സമയത്ത് 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് വരികയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.